ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു ഗോൾഫി ലൈഫ്. എന്താ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഒരു പേരയ്ക്ക, ഒരു സീതാഫല്, പിന്നെ കോൺ അവിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട്. ബോയിൽ ചെയ്ത് അത് ഒരു പീസ് കഴിച്ചു, ഒരു പീസ് ബാലൻസ് ഉണ്ട്. അറിയാലോ, വെനസ്ഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതാണ് എൻ്റെ ഫുഡ്. ഞാൻ കൊണ്ടുവന്ന പുട്ടും കടലായിരുന്നു, ബാക്കിയൊക്കെ ഓഫീസിലെല്ലാവരും കൈയിട്ട് വരിയതാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇതാ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ പോകുന്നു. ഓക്കെ, ഓഫീസ് ഇവിടെ ഇതാ മെട്രോയിൽ പോകാൻ വേണ്ടി എസ്കലേറ്റർ കയറണം. ആക്ച്വലി ഞാൻ ആദ്യം ലൈഫ് എസ്കലേറ്റർ കയറുന്നത് ട്രിവാൻഡ്രത്ത് റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴാണ്. ഒന്ന് എത്ര വട്ടം കയറി ഇരിക്കുന്നത് എനിക്കൊരു ഐഡിയ ആയിരുന്നു. 4-5 വട്ടം എസ്കലേറ്റർ കയറി ഇപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് സ്റ്റിൽ എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ ഒരു സീതാഫല് കഴിച്ചു, പിന്നെ പുട്ടും കടലയും കഴിച്ചു. പക്ഷേ 11 മണിയായപ്പോൾ എന്നിട്ടും എനിക്ക് ചെറിയൊരു വിശപ്പ്. അങ്ങനെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. 11 ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് നടന്നു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ അടുത്ത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് തന്നെ ഒരു ഷോപ്പ് കിട്ടി, ചെറിയൊരു ഷോപ്പ്, വലിയ ആളൊന്നുമില്ല. അങ്ങനെ അവിടെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. ഇതാണ് അവിടുത്തെ മെനു കാർഡ്. അങ്ങനെ ഇതിൽ ഞാൻ പറഞ്ഞ ആലു പൊറോട്ട 40 രൂപ. ആലു പൊറോട്ട പറഞ്ഞത്, ആലു പൊറോട്ട പറഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ആലു സൈഡിൽ കണ്ട എല്ലാം മുളച്ചിരിക്കുന്നു. മുളച്ചാലു കഴിക്കാൻ പറ്റുമോ അറിയില്ല. അങ്ങനെ ആലു പൊറോട്ടയൊക്കെ വന്നു. ആലു തൈരും ഒരു അത് കണ്ട, അത് മിൻ ചട്നിയാണ്. ആക്ച്വലി തൈരും മിൻ ചട്നിയാണ്. ഈ കോംബോ വലിയ രസം തോന്നിയില്ല കോംബോ, എന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് ജസ്റ്റ് 40 രൂപയ്ക്ക് എന്താണ് ചുമ്മാ ഒരു ക്രേവിങ്സ് കഴിച്ച് കളയാം. ശരിക്കും അച്ചാറുണ്ടായാൽ നല്ല രസമായിരുന്നു. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തൊട്ടാ കറക്റ്റ് 2 സൈഡും തിന്ന് നടുക്ക് മാത്രം ആലു വരും. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ വ്ളോഗ്. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ഗായ്സ്.